നീ ഇത്രയും നേരം അനുവിന്റെ വീട്ടിലുണ്ടായിരുന്നോ? അനു അവിടെ തന്നെ ഉണ്ടോ? ഉണ്ട്, ഞാൻ അനുവിനെ കണ്ടിട്ടാ വരുന്ന. ഇവൻ ആ വീട്ടിൽ കയറി നമ്മൾ അറിഞ്ഞില്ലല്ലോ. അപ്പൊ അനുവിന്റെ അമ്മയും അങ്കിളും നമ്മളോട് വലിയ കള്ളമല്ലേ പറഞ്ഞേ? നീ എന്ത് ധൈര്യത്തിൽ അനുവിന്റെ വീട്ടിൽ കയറിയത്? അവരുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്താവുമായിരുന്നു? ഞാൻ അവരുടെ കയ്യിൽ പെടേണ്ടതായിരുന്നു. പിടി കൊടുക്കാതെ ഒരു വിധത്തിലാ രക്ഷപ്പെട്ടത്. നീ ചെയ്തത് ശരിയായില്ല. നിനക്ക് ഇങ്ങനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നീ അത് പറയാത്ത എന്താ? അങ്ങനൊരു ഉദ്ദേശം എനിക്കില്ലായിരുന്നു, അതുകൊണ്ടാ നിങ്ങളോട് പറയായിരുന്നു. എന്നാലും നീ അനുവിന്റെ റൂമിൽ കയറി ഒളിച്ചിരുന്നത് ശരിയായില്ല. അവര് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അനുവിന് നിന്നെ കൊണ്ട് ചീത്തപ്പരാവില്ലായിരുന്നു. അതുകൊണ്ട് എന്താ? അനുവിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞില്ലേ? അനുവിന് എന്താ പ്രശ്നങ്ങള്? നിങ്ങൾ ആരും കരുതുന്ന പോലെ അനു അവിടെ സേഫ് അല്ല. അവളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. അവളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിഞ്ഞാ നിങ്ങൾ ഞെട്ടും. നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത കാര്യങ്ങളാ ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യങ്ങൾ? നീ വളച്ചു കെട്ടാതെ എന്താ അവൾക്ക് പ്രശ്നമെന്ന് പറ. പറയാം. ഈ ഊരാകുടുക്കിലാണോ നമ്മുടെ അനു? കിരണേ, എന്തേ കേക്കുന്നേ? അനുവിന്റെ അമ്മയും രണ്ടാനച്ഛനും ചേർന്ന് അവളെ വീട്ടു തടങ്കലിലാക്കിയിരിക്കാണോ? സ്വത്തുക്കൾക്ക് വേണ്ടി ഇത്രയും നീചമായ പ്രവൃത്തി ചെയ്യുന്നവരാണോ അനുവിന്റെ അമ്മയും അങ്കിളും? ഇങ്ങനെ പോയാ സ്വത്തുക്കളുടെ പേരിൽ അവളുടെ ജീവൻ പോലും ആപത്തിലാവുമല്ലോ. അനുവിന്റെ അമ്മയും അങ്കിളും ചേർന്ന് നമ്മളെ ഭംഗിയായി പറ്റിച്ചല്ലോ. അനുവിന് നമ്മളെ കാണാനാകാതെ വീർപ്പ് മുട്ടി കഴിയുന്നു. എന്നിട്ടും അവളെ കാണാൻ അവര് നമ്മളെ അനുവദിച്ചില്ലല്ലോ. നമ്മളോട് കള്ളം പറഞ്ഞ അനുവിന്റെ അമ്മയും അവരുടെ ഭർത്താവിനെയും നമുക്കൊന്ന് കാണണ്ടേ? കാണണം. കാണാൻ തന്നെയാ തീരുമാനം. നിങ്ങൾ വണ്ടി കയറി. നിങ്ങളിപ്പോ ആരും അങ്ങോട്ട് പോവല്ലേ? പോവാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ കരുതുന്ന പോലെ അനുവിന്റെ പ്രശ്നങ്ങൾ അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അവളുടെ പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ അനുവെന്ന് നമ്മൾ അറിഞ്ഞില്ലേ? ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ അവളെ രക്ഷിക്കണ്ടേ? അതിനാ പോകുന്നേ. നിങ്ങൾ ഇപ്പൊ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയ അനുവിനെ അവിടെ നിന്ന് മാറ്റാൻ ചാൻസ് ഉണ്ട്. പിന്നെ എങ്ങനെ നിങ്ങൾ അനുവിനെ കാണും എന്ന് കരുതി ഞങ്ങൾക്കിത് ക്ഷമിക്കാനാവില്ല. അനുവിനോട് അവളുടെ അമ്മയും രണ്ടാനച്ഛനും കാണിക്കുന്ന ഈ പ്രവൃത്തികൾ അറിഞ്ഞിട്ടേ ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാനോ ആവില്ല. ഇത് ഈ രീതിയിലല്ല കൈകാര്യം ചെയ്യേണ്ടത്, വേറൊരു രീതിയില. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോകരുത്. ആരവേ, അനുവിനെ പറ്റി ഇത്രയൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾക്കുണ്ടായ ഫീലിങ്സ് എന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല. ഞങ്ങൾക്ക് അനുവിനെ കണ്ടേ പറ്റൂ. അവളെ കണ്ടിട്ടേ ഉള്ളൂ ഇനി ബാക്കി കാര്യം. കിരണേ, വണ്ടി എടുക്ക്. ഇനി നമ്മൾ അനുവിനെ കാണാതെ പോവില്ല. വാ. നിക്ക്, എങ്ങോട്ടാ പോകുന്നു? നിക്കാൻ. അനു ഇവിടെ ഇല്ലെന്നാ നിങ്ങളൊക്കെ പറഞ്ഞല്ലോ. അവൾ ഇവിടെയുണ്ട്, കണ്ടിട്ടേ ഞങ്ങൾ പോവൂ. അനുമയുടെ ഇവിടെ ഇല്ല നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ ഇല്ലാത്ത ഒരാളെ നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? അത് ഞങ്ങൾ കണ്ടോളാം. ഇല്ലാത്ത ആൾക്കാരെ കാണാനുള്ള സംവിധാനം ഞങ്ങളുടെ കയ്യിലുണ്ട്. ചേട്ടൻ ഞങ്ങളെ തടയത് മാറി മാറുകൊണ്ട്. നിങ്ങൾ അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? നിങ്ങൾ പുറത്തു പോകും. മേഡത്തിന്റെ അനുവാദമില്ലാതെ അകത്ത് കയറാൻ പറ്റില്ല. ഞങ്ങൾ ആദ്യം വന്നപ്പോ ഈ മര്യാദ ഞങ്ങൾ പാലിച്ചു. പക്ഷെ ഞങ്ങളോട് ഇവിടെ ഉള്ളവർ ആ മര്യാദ കാണിച്ചോ? ഇല്ലല്ലോ. ഞങ്ങളെ കള്ളം പറഞ്ഞ് കബളിപ്പിച്ച് അയക്കാന്ന് കരുതിയോ? ഈ ടെക്നിക്ക് ഒന്നും ഞങ്ങളോട് നടക്കില്ല. മാറി നിൽക്കാൻ. അങ്ങനെ കയറാൻ പറ്റില്ല അകത്തോട്ട്. അവിടെ നിൽക്കാൻ. എന്താ അവിടെ പ്രശ്നം? ഈ കുട്ടികൾ തിരിച്ചു പോയതല്ലേ? വീണ്ടും എന്തിനാ വന്നേ? ഞങ്ങൾക്കൊരു കാര്യം അറിയാനുണ്ട്, അതിനാ വന്നേ. വരൂ.